അന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഈ അന്ന് ഏതോ സർവകലാശാലയുടെ വി സിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല സർക്കാർ. അപ്പോൾ ഈ പലരും പണ്ടൊക്കെ വി സിമാരെ നിയമിച്ചിരുന്നത്, വി സിമാരെ ഇതിന് സർക്കാർ സമിതി ഉണ്ടാക്കും. ഈ സമിതി പോയിട്ട് പ്രഗത്ഭരായ ആളുകളെ കണ്ടെത്തി അവരോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ സർവകലാശാലയുടെ വി സി ആവണം. പക്ഷേ ഈ 90കളൊക്കെ ആയപ്പോൾ അവസ്ഥ അങ്ങനെയല്ല. ഈ സമിതിക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങ് കൊടുക്കുകയാണ്, എന്നെ വി സി ആക്കണം, എന്നെ വി സി ആക്കണം. അതിന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ ഒരു ശുപാർശയും കൂടി. അപ്പോൾ അങ്ങനെ ജയചന്ദ്രന് കിട്ടിയ, അതാ വ്യക്തി ആരാന്ന് പറഞ്ഞില്ല, സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ. ഒരാൾ ഒരു കോളേജ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഒക്കെ വെച്ചിട്ട് ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി, അന്ന് UDF ഭരിക്കുന്ന സമയമാണ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡൻറ്റിനെ കൊണ്ട് ശുപാർശ അയച്ചിരിക്കുന്നു. വി സി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സെക്രട്ടറിയുടെ റാങ്കിൽ വരുന്ന ആളിനേക്കാളും ഹയർ റാങ്ക് ഉള്ള ആളാണ് വി സി. മനസ്സിലായോ? ആ വി സിയുടെ പൊസിഷൻ അതാ. മന്ത്രിക്ക് തൊട്ട് താഴെയുള്ള പൊസിഷനാണ് വി സിയുടെ. അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആരെ കൊണ്ടാണ് ശുപാർശ ചെയ്യിച്ചിരിക്കുന്നത്? ഒരു നിയോജക മണ്ഡലം തലത്തിലുള്ള ഒരു പാർട്ടിയുടെ പ്രസിഡന്റിനെ കൊണ്ട്, ജില്ലാ പ്രസിഡന്റിനെ കൊണ്ടുപോലും അല്ല. അല്ല, ഇതൊക്കെ ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ് സെപ്പറേറ്റ് കത്തയച്ചു. അതായത് നിവർത്തികേട് കൊണ്ട് ഞാൻ ഒരാളുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്, ഒരു കാരണവശാലും വി സി പോസ്റ്റിലേക്ക് അയാളെ പരിഗണിക്കരുതെന്നും പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ലെറ്റർ അയച്ചു ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ ചോദ്യം ഇതാണ്, ഒരു പാർട്ടിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെ പോലും ഔചിത്യം വി സി ആകാൻ നടക്കുന്ന ആളില്ലാതെ പോയല്ലോ. പലപ്പോഴും ചില വി സിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാനിത് ഓർക്കാറുണ്ട്. കിട്ടാൻ അർഹതയില്ലാത്ത ചിലരെ ഇങ്ങനെ പിന്നെ കൈമണി അടിച്ചാണല്ലോ ആവുന്നത്. പിന്നെ അവരിൽ നിന്ന് നമ്മൾ ഒരു ലോവർ ലെവലിലുള്ള പെരുമാറ്റം കണ്ടാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ പിന്നെ ഒരു സന്ദർഭം ഇതേപോലെ ഉണ്ടായി. ഇതിനെ കോടതി ഇടപെട്ടിട്ട് ആ വി സി ആ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയും ചെയ്തു. അതും ഇതുപോലെ ഒരു കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം പ്രൊഫസറാണെന്നുള്ള ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് സർക്കാരിന് കൊടുത്ത വി സി പോസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ വി സി പോസ്റ്റ് വാങ്ങിച്ചപ്പോൾ ആ കോളേജ് നയിച്ചിരുന്ന ഒരു സഭയുടെ തലവൻ, അദ്ദേഹം എനിക്കറിയാവുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറോട് പറഞ്ഞ വാചകമാണ്, എൻ്റെ സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ വി സി ആയിപ്പോയിരിക്കുന്നു. എനിക്കതിൽ സന്തോഷവും സന്താപവുമുണ്ട്. സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ എൻ്റെ കോളേജിൽ നിന്ന് പോയല്ലോ എന്നുള്ളതാണ് സന്തോഷം. സന്താപം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോളേജ് രക്ഷപ്പെട്ടപ്പോൾ നശിക്കാൻ പോകുന്ന ഒരു സർവകലാശാലയാണെന്നല്ലോ വിചാരിക്കുമ്പോൾ സന്താപമാണ്. ഇങ്ങനെ എനിക്ക് നേരിട്ടുള്ള അനുഭവം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള സർവകലാശാലകളിലെ വി സിമാരെ കണ്ടെത്താൻ ഗവൺമെൻറ് സമിതികൾ ഇന്ത്യയിൽ അന്വേഷിച്ച് പ്രഗത്ഭരെ കൊണ്ടുവന്ന ഒരു പാരമ്പര്യം
ഉണ്ടായിരുന്നു ഒരിക്കൽ നമുക്ക്. അങ്ങനെയാണ് ഡോക്ടർ അയ്യപ്പൻ, ഇല്ലെങ്കിൽ അനന്തമൂർത്തി, ഇതുപോലുള്ള പ്രഗത്ഭരായ VC-മാർ നമ്മുടെ നാട്ടിലിരുന്നത് അങ്ങനെയാണ്. പിന്നെ ഡോക്ടർ ഇക്ബാൽ, ഇങ്ങനെ പലരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇങ്ങനെയുള്ളവർ വരുന്നത് പൊളിറ്റിക്കൽ ലെവൽ അപ്പോയിൻമെൻറ്റായി മാറിയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ചില കാര്യങ്ങളെക്കുറിച്ച് ആരോപണം ഉണ്ടാകുമ്പോൾ ഇതാണല്ലോ അതിൻ്റെ കാരണമെന്ന് ഞാൻ പലപ്പോഴും, അതുകൊണ്ട് പിന്നീട് വന്ന എല്ലാ VC-മാരും അങ്ങനെ ആയിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. ചില സന്ദർഭങ്ങളിലെങ്കിലും യോഗ്യത ഇല്ലാത്തവർ ഈ പുറം വാതിലിൽ കൂടെ വരുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിഘാതമാകുന്നുണ്ട്, വളർച്ചയ്ക്ക് വിഘാതമാകുന്നുണ്ട്. ഞാനത് ഗ്ലാസ്ഗോ പോക്കിനിടയിൽ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഉണ്ടായൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഈ അന്നത്തെയൊക്കെ 33,000 രൂപയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ഒരു 15 മാസത്തെ ശമ്പളം ഉണ്ടെങ്കിലേ നമുക്ക് ഈ യാത്രയ്ക്കുള്ള പണം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചിലവഴിച്ച് പോകാനും സാധിക്കില്ല. അപ്പോൾ എന്താണെന്ന് തോന്നുന്നില്ല, ഈ സ്ത്രീധനം ചോദിക്കാത്തത് കൊണ്ടാവാം ഇങ്ങനെയൊരു സന്ദർഭം വന്നപ്പോൾ ഒരു പകരം വീട്ടി ഫാദർ ലോയും കുറച്ച് ഫണ്ട് തന്നു. മോസ്കോ അല്ല, ഗ്ലാസ്ഗോ യാത്ര. പിന്നെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു 5,000 രൂപ എൻ്റെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് 2ലെയും, റെഗുലറിലെയും ഈവനിങ്ങിലെയും കോളേജ് അധ്യാപകരെല്ലാം കൊണ്ട് ചേർന്ന് ഒരു 5,000 രൂപ തന്നു. പിന്നെ എനിക്ക് ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരു അരവിന്ദാക്ഷൻ സാറുണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ സാറ് അന്ന് റെഗുലർ കോളേജിൽ പിന്നെ HOD ആണ്. സാറന്ന് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അത് വഴിവിട്ടൊന്നുമല്ല, യൂണിവേഴ്സിറ്റിയുടെ ഒരു റൂൾ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ യാത്രയ്ക്ക് പോകാൻ വേണ്ടി അൺഅസൈൻഡ് ഗ്രാൻഡിൽ നിന്ന് ചില ട്രാവൽ എക്സ്പെൻസ്, അങ്ങനെ ഒരു 5,000 റുപ്പീസ്, അങ്ങനെ പലയിടത്തു നിന്നുള്ള 5,000 റുപ്പീസ് ആയപ്പോൾ ബുദ്ധിമുട്ട് കൂടാതെ പോയി വരാൻ സാധിച്ചു. അങ്ങനെ പോകുമ്പോൾ അതാ ഈ യാത്രക്കിടയിൽ പറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ട് പലയിടത്തും നിർത്തി പോകേണ്ടി വന്നു. പിന്നെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കൊച്ചി ബോംബെ ഫ്ലൈറ്റ് ഒഴിവാക്കിയിട്ട് ട്രെയിനിന് പോയി. ട്രെയിനിന് പോകുമ്പം നമുക്കൊരു അത്രയും അത് സേവ് ചെയ്യാമല്ലോ. ട്രെയിന് നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ അത്രയും വരില്ലല്ലോ. ബോംബെ നിന്നാണ്. അപ്പം കൊച്ചി ടു ബോംബെ, ബോംബെ ടു ദുബായ്, ദുബായ് ടു ആംസ്റ്റർഡാം, ആംസ്റ്റർഡാം ടു ലണ്ടൻ, ലണ്ടൻ ടു ഗ്ലാസ്ഗോ, അങ്ങനെയായിരുന്നു. അതിൽ ഈ ആംസ്റ്റർഡാമിൽ ചെന്നപ്പോൾ രസകരമായൊരു സംഭവമാണ്. ആംസ്റ്റർഡാമിൽ ചെന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ കാരണമല്ലോ. അപ്പം ഞാൻ ഈ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നിരനിരയായിട്ടാണ് ബാത്റൂം, ഫുൾ ഡോറല്ല, പക്ഷെ നമ്മൾ ഇരുന്നാൽ കാണത്തില്ല, കാല് മാത്രമേ കാണുള്ളൂ. അറിയാമല്ലോ, അവർ കടലാസാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കടലാസ് ഉപയോഗിച്ചാൽ ഇതിൽ വെള്ളം ഫ്ലഷ് ചെയ്യുന്നത് കടലാസ് കൊണ്ട് പറ്റില്ലല്ലോ. സായിപ്പിന് അതിന് മാർഗമില്ല. ഫ്ലഷ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ വെള്ളം തന്നെ വേണം. ഒരു തരത്തിൽ നോക്കിയിട്ട് വെള്ളവും ടാപ്പ് കാണാനില്ല, പിന്നെ അതിൻ്റെ ഹാൻഡിൽ കാണാനില്ല, അങ്ങനെ ഒരു സാധനവും ഇല്ല. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിലർ ചെയ്യുന്ന പോലെ അത് അടച്ചിട്ട് വെച്ചാൽ എനിക്കിഞ്ഞ് പോരാ, മറ്റേ കടലാസും കൊണ്ടല്ലേ തുടയ്ക്കുന്നത്, അതുകൊണ്ട് വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നമില്ലല്ലോ. പക്ഷെ എന്നാലും അത് എൻ്റെ മനസ്സനുവദിച്ചില്ല. അപ്പോൾ ഞാനത്
ആ വാതുക്കെ തന്നെ കുറച്ച് നേരം നിന്നു. അവിടത്തേക്കുള്ളൊരു പ്രശ്നം, ആളുകൾ സംസാരിക്കുന്നത് ഡച്ച് ഭാഷയിലാണ്. ബാക്കിയുള്ളവർ വളരെ വേഗതയിലാണ് പോകുന്നത്. ഒരാളോട് ഒന്നാമത് ഞാൻ പറഞ്ഞു തുടങ്ങാൻ തന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കുമല്ലോ, അപ്പോൾ അവർക്കത് കേൾക്കാനുള്ള സമയമൊന്നുമില്ല. അന്നേരം യൂണിഫോം ധരിച്ച ഒരു ക്ലീനിങ് സ്റ്റാഫാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞപ്പോൾ ഷീ സ്റ്റോപ്പ് ദെയർ ആൻഡ് ടേൺ ടുവേർഡ്സ് മീ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ എന്നെ കണ്ടപ്പോഴേ അറിയാവില്ല, ഏതോ ഏഷ്യൻ രാജ്യത്തുനിന്ന് വരുന്നതാണ്. നമ്മൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നോ വാട്ടർ അവൈലബിൾ എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് സംഗതി മനസ്സിലായി. എന്നെ നോക്കി, നീ ഒരു തേർഡ് വേൾഡിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് എന്നെ നോക്കി ചിരിച്ചിട്ട് അവർ അവിടെ നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു. ടച്ച് ഹിയർ എന്നും പറഞ്ഞൊരു ഫിംഗർ ടിപ്പ്, അത് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു ഫിംഗർ മൊത്തമില്ല, ഒരു ഫിംഗറിൻ്റെ ടിപ്പ് കാണിച്ചിട്ട് ടച്ച് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടച്ച് ഹിയറൊക്കെ ഞാൻ കണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് തട്ടി നോക്കിയായിരുന്നു. തട്ടുമൊന്നും ചെയ്യണ്ട, നമ്മൾ ഈ വിരലിൻ്റെ ടിപ്പ് കൊണ്ട് ആ വിരൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ജസ്റ്റ് ഫെദർ ടച്ച് മതി, അപ്പോൾ കൂടുകൂടാന്ന് വെള്ളം വരും. അപ്പം ഞാൻ അടച്ച് ആ വെള്ളം പോയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മെയ്ഡ് ഇറ്റ് ഷുവർ ദാറ്റ് ഐ ആം ഡൂയിങ് ദാറ്റ്. അപ്പോൾ എന്നെ കണ്ട് ഒന്നുകൂടെ ചിരിച്ചിട്ട് അവർ പോയി. അപ്പോൾ നമ്മൾ ഈ മോഡേൺ സിസ്റ്റവുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെയല്ല. അത് ഞാൻ ഈ 93 കാര്യമാണ് പറഞ്ഞത്. 93 ഏപ്രിൽ ആദ്യത്തെ കാര്യമായി പറയുന്നത്. എൻ്റെ ഏപ്രിൽ 3, 4, 5 പീരീഡില്ല, ഇത് ഏപ്രിൽ 1-ാം തീയതി അല്ല 2-ാം തീയതിത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. 93 ഇപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പരിചിതമായി അത്തരം കാര്യങ്ങൾ. നമ്മളിവിടുത്തെ ചില 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ അത്തരം സംവിധാനങ്ങളുണ്ട്. അപ്പം അന്നൊന്നും ഇവിടുത്തെ ഹോട്ടലുകളിലും നമ്മൾ ചില കോൺഫറൻസിന് പോകുമ്പോൾ ഇത്തരം അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, എനിക്ക് അടുത്ത ഫ്ലൈറ്റ് 1 മണിക്കൂറിനുള്ളിൽ പിടിക്കുകയും വേണം. അപ്പോൾ എന്ന് വിചാരിച്ചാൽ അതുവരെ ഒത്തില്ലേ ഞാൻ ഫ്ലൈറ്റ് വിട്ടിട്ട് പോകുമായിരുന്നു എന്നല്ല. കാര്യം അത്രയ്ക്ക് ടൈം ഇതിൽ വരികയും ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ എനിക്കത് പറ്റുമോ? തന്നെയല്ല, ആ യാത്രയ്ക്കിടയിൽ പേഴ്സണലായിട്ടും ചിലർ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒക്കാവുന്നതൊക്കെ പിന്നീട് പല ഇതിൽ നിന്ന് പിന്നെ കുറച്ച് നാൾ എടുത്തു എന്നേ ഉള്ളൂ. അതെല്ലാം ഐ കുഡ് റിട്ടേൺ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ദാറ്റ് വാസ് എ ഗുഡ് കോൺഫറൻസ്. അല്ല, കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളതായിരുന്നു അതിനകത്തെ പ്രതിപാദ്യ വിഷയം. അല്ല, അതിൻ്റെ കോമൺ തീം അതായിരുന്നു. അല്ല, ചില രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ 2 പേരുണ്ടായിരുന്നു. എന്നെ കൂടാതെ വേറെ ഒരു ഡോക്ടർ ജോർജ് ഉണ്ടായിരുന്നു ഫ്രം ട്രിവാൻഡ്രം. അത് അവിടെ ചെന്നിട്ടാണ് പരിചയപ്പെട്ടത്. എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, വ്യവസായ രംഗത്ത് ഇന്ത്യയുടെ ആ ഒരു 1950 മുതൽ 1990 വരെയുള്ള ടെക്നോളജിക്കൽ ചേഞ്ച് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ വിഷയം. അപ്പോൾ അത് അവരുടെ കോമൺ തീമുമായിട്ട് ഒത്തുവരുന്ന ഒരു തീമായിരുന്നു. അപ്പോൾ അത് പൊതുവേ കണ്ട ഒരു കാര്യം, ലിബറലായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ പ്രൊമോട്ട് ചെയ്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ടെക്നോളജി ചേഞ്ച് വേഗം ഉണ്ടാവുകയും അത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കൂട്ടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനമായ ഒരു ആർഗ്യുമെൻ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ പേപ്പർ സ്വീകരിക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനും വിളിച്ചത്. ഞാൻ പിന്നെ എൻ്റെ PhDക്കും ആ വിഷയം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. PhDയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. അത് 6 പിന്നെ PhD എൻ്റെ അതൊരു സുദീർഘമായ PhD ആണ്. 10 വർഷം എടുത്തത്. കാരണം ഞാൻ 5.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. പല കോളേജുകളിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതായപ്പോഴത്തേക്ക് ഞാൻ 92 PhDക്ക് ജോയിൻ ചെയ്ത. അന്നേരമാണ് 93
അല്ല 94 ട്രാൻസ്ഫർ ആവുന്നു. 94 ട്രാൻസ്ഫർ ആയതിന് ശേഷം പിന്നെ ഞാൻ 99 ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്ത് വേണ്ടത്ര എനിക്കത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി. കാര്യം ഒരുപാട് യാത്രയും അല്ലെ എന്ന് വിചാരിച്ച് ഒട്ടും വർക്ക് ചെയ്തില്ല എന്നല്ല, ഇല്ലായിരുന്നെങ്കിൽ ഒരു 98 ഓടുകൂടി വർക്ക് തീർക്കാമായിരുന്നു. അത് പാർട്ട് ടൈമാണ്. പാർട്ട് ടൈം ആകുമ്പോൾ തന്നെ സാധാരണ ഇതിൽ ഒരു 5-6 വർഷം എടുക്കും. അപ്പോൾ അതോടുകൂടി എനിക്ക് ചെയ്ത് തീർക്കാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് സാധിക്കാതെ പോയി. അപ്പോൾ അങ്ങനെ 6 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ, കേരളം ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളുടെ വ്യവസായ പുരോഗതിയും അതിൽ സാങ്കേതിക ജ്ഞാനം എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാന തീം. അപ്പോൾ ഞാൻ പലപ്പോഴും ആ ടെക്നോളജി, അതായത് ഇക്കണോമിക്സ് ഓഫ് ടെക്നോളജി എൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ് ഗവേഷണത്തിൽ.